ബിസിനസിന്റെ ലാംഗ്വേജാണ് അക്കൗണ്ടിംഗ്. 15 വർഷമായി അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ മേഖലയിൽ ബിസിനസ് കോച്ച് ആൻഡ് ട്രെയിനറായി പ്രവർത്തിച്ചു വരുന്ന CJ സയ്യിദ്, അദ്ദേഹമാണ് ടോക്ക് വിത്ത് ജോഷ് എന്ന സെഗ്മെന്റിൽ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ ജേർണി, അതുപോലെ തന്നെ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത, ബിസിനസ്സിൽ അക്കൗണ്ടിംഗ് ആൻഡ് ടാക്സേഷൻ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഷോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ലെറ്റ്സ് വെൽക്കം ടു അവർ ഷോ. ഞാൻ എൻ്റെ പഠനകാലത്തിന് ശേഷം ഞാൻ ഒരു കോളേജ് അധ്യാപകനാവുക എന്നൊരു സ്വപ്നമൊക്കെ ആയിട്ടായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അങ്ങനെ എൻ്റെ PG കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷനും ഒക്കെ എടുത്തു. അങ്ങനെ ഞാൻ ആ ഒരു ലെവലിൽ കയറിയിട്ട് ഞാൻ എൻ്റെ അധ്യാപന ജീവിതം തുടരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയൊരു ഭാഗ്യം കിട്ടുകയാണ്. ഈ ഒരു സെഗ്മെന്റിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗുരുവിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പൊ അങ്ങേരുടെ അടുത്ത് നിന്ന് എനിക്ക് ഒരുപാട് അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡുകളും, അക്കൗണ്ട്സിൽ ഞാനൊന്നും എൻ്റെ പഠനകാലത്ത് പോലും പലയിടത്തുനിന്നും കേൾക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ടിപ്സുകളൊക്കെ എനിക്ക് കിട്ടി. അപ്പൊ എനിക്ക് തോന്നി, എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു റൂട്ട് മാറ്റി എനിക്ക് വേറൊരു രീതിയിൽ സഞ്ചരിച്ചുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ഗുരുവിനോട് തന്നെ ചോദിച്ചു, സാറേ, ഞാൻ എൻ്റെ ഈ സെഗ്മെന്റ് ഒന്ന് മാറിയിട്ട് നിലവിലുള്ള ഒരുപാട് ആൾക്കാർക്ക് എങ്ങനെ ഒരു പ്രൊഫഷണൽ ആവാം, അക്കൗണ്ട്സ് മേഖലയിലും ടാക്സേഷൻ മേഖലയിലും ഒരു നല്ല പ്രൊഫഷണൽ ആകാം എന്ന രീതിയിൽ ഞാൻ എൻ്റെ ട്രെയിനിങ് ജേർണി തുടർന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അങ്ങേര് എനിക്ക് അതിന് സമ്മതം തരികയും അങ്ങേരെ അടുത്തുനിന്ന് കിട്ടിയ ധാരാളം ടിപ്സുകളും ഒരുപാട് ഐഡിയാസുകളും വെച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ വളരെ ഹാപ്പിയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞുകൊണ്ട് ഇന്ന് പല കമ്പനികളിലും പല ബിസിനസ്സുകളിലും അക്കൗണ്ട്സ് മേഖലയിലും ടാക്സ് മേഖലയിലും ഒക്കെ നല്ല എക്സ്പേർട്ടുകളായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആ ഒരു ഗുരുവിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടു കിട്ടിയതും അങ്ങേരുടെ കയ്യിൽ നിന്ന് പഠിച്ച ഒരുപാട് സിമ്പിൾ ഐഡിയാസുകളും സിമ്പിൾ ഷോർട്ട് കട്ടുകളും എനിക്ക് കിട്ടിയത് കൊണ്ടാണ് എൻ്റെ ഒരു ജീവിത രീതി ഞാൻ ഈ ഒരു സെഗ്മെന്റിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് ഈ അക്കൗണ്ടിങ്ങിനെ പറ്റിയും അതിന്റെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ടാക്സേഷന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി അറിയില്ല, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ടേംസ് എന്താണ്, അപ്പം അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ അക്കൗണ്ട്സിനെ കുറിച്ച് അത്യാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. കാരണം ഒരു ബിസിനസിന്റെ, നേരത്തെ നമ്മൾ ഈ സെഷൻ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, ഒരു ബിസിനസിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു വേർഡ് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ആണ്. ഏതൊരു ബിസിനസിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നതും അക്കൗണ്ട്സിലൂടെയാണ്. ഇപ്പൊ ഒരു ബിസിനസിനെ കുറിച്ച് ഇപ്പൊ നമുക്കൊരു കമ്പനി പോയിട്ട് നമുക്ക് നാളെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ഷെയർ നമുക്ക് എടുക്കണം. അപ്പൊ ഒരാള് വേറൊരാളോട് പറയുന്ന വാക്കുകളിലൊന്നും ആരും വിശ്വസിക്കുന്നില്ല. ഇപ്പോ ഒരാൾക്ക് ഒരു ബിസിനസ്സിൽ പോയിട്ട് ഇപ്പൊ അയാളുടെ കയ്യിലുള്ള ഒരു 2 CR ഒരു കമ്പനി കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സുകാരൻ ഏത് കമ്പനിയിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യണത് അവിടെയുള്ള ആൾക്കാർ പറയുന്നതിലല്ല അയാൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. പകരം അയാൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബിസിനസിന്റെ അക്കൗണ്ട്സ് എടുത്തിട്ട് സ്റ്റഡി ചെയ്യുക. പ്രീവിയസ് ഇയേഴ്സിലെ അക്കൗണ്ട്സുകൾ എടുക്കും, പ്രീവിയസ് ഇയേഴ്സിലെ ടാക്സ് കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് എടുക്കും. അപ്പോൾ മനസ്സിലാവും ആ ബിസിനസ് എവിടെയൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തത്, ഏതൊക്കെ സെഗ്മെന്റിലാണ് വർക്ക് ചെയ്തത്, ആ ബിസിനസിന്റെ എക്സ്പെൻസുകൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ഏതൊക്കെ രീതിയിലാണ് ആ ബിസിനസ്സിൽ ഇൻകം ജനറേറ്റ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് A to Z മനസ്സിലാക്കണമെങ്കിൽ ആ ബിസിനസ്സിലെ അക്കൗണ്ട്സ് എടുത്ത് നോക്കണം. അപ്പൊ തീർച്ചയായിട്ടും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ട്സും ടാക്സേഷനും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും അറിഞ്ഞെങ്കിൽ മാത്രമേ തങ്ങളുടെ ബിസിനസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യാൻ ഒരു ബിസിനസ്സുകാരന് പറ്റുകയുള്ളൂ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന എൻ്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടുന്നത്, പല ബിസിനസ്സുകാർക്ക് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഫിനാൻസ് മാസ്റ്ററി എന്ന് പറയുന്ന ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിലെ അക്കൗണ്ട്സിനെ എങ്ങനെ പ്രോപ്പറായിട്ട് സിമ്പിളായിട്ട് മാനേജ് ചെയ്യാം,
അവർക്ക് ഏതൊക്കെ ടാക്സേഷൻ മേഖലയിൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ കിട്ടും, ഇപ്പൊ ഇൻകം ടാക്സ് ഒക്കെ കൊടുക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ ടാക്സ് എക്സംഷൻ കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് ഉണ്ട്. ഈ ട്രെയിനിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകാരുടെ എക്സ്പീരിയൻസ് എടുത്ത് പറയുകയാണെങ്കിൽ പോലും അവർക്ക് അവരുടെ കമ്പനിയിലെ ബാലൻസ് ഷീറ്റ് പോലും പലപ്പോഴും കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സുകാരൻ തങ്ങളുടെ ബിസിനസ് പ്രോപ്പറായിട്ട് അയാൾക്ക് റൺ ചെയ്യണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അയാൾ അക്കൗണ്ട്സ് ടാക്സേഷൻ സെഗ്മെന്റിൽ ചെയ്യണമെന്നല്ല, അയാൾ ആ സെഗ്മെന്റിൽ ഒന്നും വർക്ക് ചെയ്യണ്ട. പക്ഷെ തങ്ങളുടെ ആ സെഗ്മെന്റ് ചെയ്യുന്ന ആൾക്കാർ തരുന്ന റിപ്പോർട്ടുകളും അവരുടെ സ്റ്റേറ്റ്മെന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു ബിസിനസ്സുകാരന് പറ്റിയാൽ മാത്രമേ ആ ബിസിനസ്സുകാരനെ ഇഫക്റ്റീവായിട്ട് തങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനും കൂടുതൽ ലാഭകരമായ രീതിയിലേക്ക് ആ ബിസിനസ്സിനെ കൺവേർട്ട് ചെയ്യാനും പറ്റുള്ളൂ എന്നുള്ളതാണ്. പ്രോപ്പർ ആയിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി റൺ ചെയ്യുന്നത്, നമുക്ക് പിന്നെ എത്രത്തോളം ഇൻകം വരുന്നുണ്ട്, എക്സ്പെൻസ് വരുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റി എങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും? ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലെ അക്കൗണ്ട്സിന്റെ എല്ലാ കാര്യങ്ങളും ആൾ അറിഞ്ഞില്ലെങ്കിലും ഒരു ബിസിനസിന്റെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റെങ്കിലും കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റണം എന്നുള്ളതാണ്. പല ബിസിനസ്സുകളെ നമ്മൾ എടുത്ത് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ബിസിനസ്സിൽ ഇഷ്ടം പോലെ ടോട്ടൽ റവന്യൂ ഉണ്ടാവും. ഇപ്പൊ ടോട്ടൽ റവന്യൂ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 16 കോടി 17 കോടി ഒക്കെ ആയിരിക്കും ആ ബിസിനസ്സിലെ ടോട്ടൽ റവന്യൂ വരിക. എന്നാൽ ഒരു വർഷത്തിന്റെ അവസാനത്തിൽ വരുന്ന നെറ്റ് പ്രോഫിറ്റ് 1 കോടി അല്ലെങ്കിൽ 1 കോടിക്ക് ചോടെയായിരിക്കും. അപ്പോൾ ടോട്ടൽ റവന്യൂവിന്റെ ഷോർട്ടേജ് കൊണ്ടല്ല, പക്ഷെ എവിടെയാണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസ്സുകാരൻ പലപ്പോഴും അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന ആൾക്കാർ പലപ്പോഴും അറിയാതെ പോകുന്നത് അവിടുത്തെ എക്സ്പെൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വരുന്ന ഫെയിലിയർ. എസ്പെഷ്യലി സ്മോൾ ആൻഡ് മീഡിയം കമ്പനികളിലൊക്കെ എക്സ്പെൻസുകളെ പ്രോപ്പറായിട്ട് പലർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എക്സ്പെൻസിനെ മാനേജ് ചെയ്യാൻ കൃത്യമായിട്ട് പറ്റുക, അതാണ് ഒരു വലിയ ഫാക്ടർ. അപ്പൊ എക്സ്പെൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 1 lakh rupees മാർക്കറ്റിൽ കോസ്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആക്ച്വലി നമുക്ക് അതൊരു പക്ഷേ ഒരു 80,000-നോ 90,000-നോ കിട്ടുന്ന രീതി ഉണ്ടാവും. അവിടെയാണ് പലപ്പോഴും പല ആൾക്കാരും എസ്പെഷ്യലി അക്കൗണ്ട്സിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി ചെയ്ത് പോവുക എന്നുള്ളതിൽ മാത്രമായിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്ത് വരിക. അപ്പൊ അവരുടെ മുന്നിൽ വരുന്ന ട്രാൻസാക്ഷൻ എന്താണോ അത് പ്രോപ്പറായിട്ട് എൻ്റർ ചെയ്ത് പോകുന്നതിലായിരിക്കും പല ആൾക്കാരും അവരൊരു ജോലി ചെയ്ത് പോവുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ ബിസിനസ്സിനെ എങ്ങനെ പ്രോപ്പറായിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് എക്സ്പെൻസിനെ മാക്സിമം ചുരുക്കി ഇൻകം മാക്സിമം ജനറേറ്റ് ചെയ്യുന്നതിലൊന്നും പല പ്രൊഫഷണൽസും കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. പക്ഷേ ബിസിനസ് ചെയ്യുന്ന ആൾ ഈ എക്സ്പെൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ചൊക്കെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെച്ച് തങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന് ഇതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ചെറിയ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ എക്സ്പെൻസിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബിസിനസിന്റെ ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ സെയിലിലല്ല ശരിക്കും കിടക്കുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പർച്ചേസിലാണ്. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചെറിയ കുഞ്ഞു മൊബൈൽ ഷോപ്പിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ആ മൊബൈൽ ഷോപ്പിൽ ഒരു പക്ഷേ ഒരു 50,000 മാർക്കറ്റ് പ്രൈസ് വരുന്ന ഒരു മൊബൈൽ വിൽക്കുന്ന ഒരു കുഞ്ഞു മൊബൈൽ ഷോപ്പുകാരനെ എടുത്തു കഴിഞ്ഞാൽ അയാൾ ആ മൊബൈൽ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക ഒരു പക്ഷേ ഒരു 48,000 രൂപക്കായിരിക്കും. അയാൾ അതൊരു 50,000 രൂപക്ക് വിൽക്കുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും. ചിലപ്പോൾ 48,000-ന് വാങ്ങിച്ചിട്ട് ഒരു 50,000 രൂപക്ക് അയാൾ വിറ്റാൽ ഒരു പക്ഷേ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു 500 രൂപ കുറച്ച് ഒരു 49,500 വിറ്റാൽ അയാളെ ബിസിനസ്സിലെ ലാഭം എന്ന് പറഞ്ഞാൽ 1,500 രൂപയാണ്. അതേസമയം ഇച്ചിരി കൂടി വലിയൊരു ബിസിനസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ വലിയ ബിസിനസ് എടുക്കുമ്പോൾ നമ്മളൊരു വലിയ ബിസിനസ്സിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറെ ബ്രാഞ്ചുകളൊക്കെ ഉള്ള ഒരു മൊബൈൽ ഷോപ്പുകളെ നമ്മൾ എടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവര് ഈ പറയുന്ന മൊബൈൽ വിൽക്കാൻ വേണ്ടിയിട്ട് അവർ കുറച്ചും കൂടി ബൾക്ക് ക്വാണ്ടിറ്റിയിലായിരിക്കും പർച്ചേസ് ചെയ്യുക. അപ്പൊ ഇവർക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പർച്ചേസ് ചെയ്യുമ്പോൾ 48,000 രൂപക്കല്ല ഇവർക്ക് പർച്ചേസ് കോസ്റ്റ് ആയിട്ട് വരിക. അതൊരു പക്ഷെ 45,000 രൂപക്ക് അവർക്ക് കമ്പനിയിൽ നിന്ന് സാധനം കിട്ടും. അതിന് അവർക്കൊരു 49,000 രൂപക്ക് ചെറിയ ഷോപ്പുകാരെ വിൽക്കുന്നതിനേക്കാളും കുറച്ച് പൈസക്ക് വിറ്റാലും അവനെ ആ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം 4,000 രൂപ ലാഭമാണ്. ഇനി ആമസോൺ പോലത്തെ പ്ലാറ്റ്ഫോമിൽ സെയിൽ ചെയ്യുന്ന സപ്ലൈസ് ഒക്കെ അവർക്ക് ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ച് അല്ല, അവരെന്ന് പറയുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ആയിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അവര് പർച്ചേസ് ചെയ്യുമ്പോൾ ഈ എന്താ പറയാ വലിയ അളവിലായിരിക്കും അവർ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുക. അപ്പൊ വലിയ അളവിൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ ഇവർക്ക് കമ്പനി ഒരു പക്ഷേ ഈ സാധനം ഒരു 40,000 രൂപക്കായിരിക്കും ഈ പറയുന്ന സപ്ലൈസിന് കൊടുക്കുക.
അപ്പൊ അവർക്ക് അത് വിൽക്കാൻ പറ്റുന്നത് അറൗണ്ട് ഒരു 49-നോ 48-നോ വിറ്റാൽ തന്നെ ഇപ്പൊ നമ്മൾ ഓൺലൈനിലൊക്കെ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ പ്രൈസ് കുറച്ച് കിട്ടുന്നതിന്റെ ഒരു കാരണം ഇതാണ്. കാരണം ഓൺലൈനിലൂടെ സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിന് അഥവാ കച്ചവടക്കാർക്ക് അവരുടെ പർച്ചേസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. കാരണം അവര് ബൾക്ക് ക്വാണ്ടിറ്റിയിലായിരിക്കും പർച്ചേസ് ചെയ്യുക. അപ്പൊ അവരുടെ പർച്ചേസ് കോസ്റ്റ് വളരെ കുറവാകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീർച്ചയായിട്ടും ഒരു 48,000 രൂപക്കോ 45,000 രൂപക്ക് തന്നെ അവർ സപ്ലൈ സെയിൽ ചെയ്താലും അവർക്ക് ഒരു 7,000 രൂപ ഒരു പീസിൽ ലാഭമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ബിസിനസ്സിൽ കോസ്റ്റിനെ എക്സ്പെൻസിനെ ഇഫക്റ്റീവായിട്ട് ഏതൊക്കെ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതൊരു ഞാനൊരു പർച്ചേസിന്റെ കേസ് മാത്രം എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ പല കാര്യങ്ങളിലും നമുക്ക് എക്സ്പെൻസിനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിലെ ടോട്ടൽ റവന്യൂവിൽ നിന്ന് എക്സ്പെൻസിന്റെ അളവ് വളരെ കുറവാണെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റിനെ അവർക്ക് നല്ല രീതിയിൽ ഉയർത്താനും ബിസിനസ്സിന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റുമെന്നുള്ളതാണ്. ഇതൊക്കെ ഒരു ബിസിനസ്സുകാരൻ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് വേണം തങ്ങളുടെ ബിസിനസ്സിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനും എന്നുള്ളതാണ്. അപ്പൊ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ കമ്പനി ബേസിസ് ആയിട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഉള്ള കാര്യങ്ങളായിക്കോട്ടെ, എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇതിനകത്തുണ്ട്. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പിന്നെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ മീൻസ് വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. സ്ത്രീകളും ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്? അതിനെപ്പറ്റി എന്താണ് എങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും? ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു ബിസിനസിന്റെ വ്യൂ പോയിന്റിൽ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ, ഒരു ബിസിനസ്സുകാരന്റെ വ്യൂ പോയിന്റിൽ എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ, ഏതൊരു ബിസിനസ്സുകാരൻ തങ്ങളുടെ ബിസിനസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം അയാളുടെ ബിസിനസ് റൺ ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പൊ അപ്രോക്സിമേറ്റ് എത്ര റവന്യൂ വരാൻ സാധ്യതയുണ്ട്, ആ റവന്യൂ വരാൻ സാധ്യത ഉള്ളതിനനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്പെൻസിന്റെ കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കാൻ. അപ്പോ തീർച്ചയായിട്ടും ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിസിനസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അൺസർട്ടനിറ്റിയാണ്. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ ഒന്നും പറ്റില്ല. ഫ്യൂച്ചറിൽ ഒരു പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് പലപ്പോഴും പറ്റില്ല. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം തങ്ങളുടെ ബിസിനസ് നടത്തേണ്ടത്. പൊതുവെ ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരു ബിസിനസ്സുകാരനായിരിക്കണം. തീർച്ചയായിട്ടും പലപ്പോഴും നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടണം, ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു ബിസിനസ്സുകാരന്റെ അനിവാര്യമായിട്ട് അയാളുടെ ജീവിതത്തിൽ അയാൾ കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും ശരി, പല ബിസിനസ്സുകാരും ഇൻസ്പിറേഷന്റെ ബേസിൽ ഒന്നും ആലോചിക്കാതെ, ഒരു സിസ്റ്റം പ്ലാൻ ചെയ്യാതെ, കൃത്യമായിട്ടൊരു പ്ലാനിങ് കൊടുക്കാതെ, ഒരു പ്രോപ്പർ ബജറ്റ് ഇടാതെ ബിസിനസ് ചെയ്യുമ്പോൾ അവര് പല രീതിയിലും ആവശ്യമില്ലാത്ത ഫണ്ടുകൾ കൊണ്ടിറക്കും. അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് റവന്യൂ അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് അവർക്ക് പ്രോപ്പറായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഈ ഒരു സെഗ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ടും പഠിച്ചുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് രീതി ഉണ്ടാക്കി, ഏതൊക്കെ രീതിയിലായിരിക്കണം എക്സ്പെൻസ് പോകേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഇൻകം ജനറേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു പ്രോപ്പർ സിസ്റ്റവും മെത്തേഡും ഒരു പ്രോപ്പർ ബജറ്റും എല്ലാം ചെയ്തിട്ടായിരിക്കണം ഒരു ബിസിനസ്സുകാരൻ തങ്ങളുടെ ബിസിനസ് റൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെ റൺ ചെയ്യുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി ഒക്കെ നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ അവരുടെ ബിസിനസ് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിരിക്കും പോകുന്നുണ്ടാവുക. എപ്പോഴും ഞാൻ പൊതുവെ ബിസിനസ്സുകാരോടൊക്കെ പറയാറുള്ളത്, നമ്മളുടെ ബിസിനസ് റൺ ചെയ്യുമ്പോൾ ഒരു മിനിമം ഒരു 4 മാസം റൺ ചെയ്യാനുള്ള ഫണ്ടെങ്കിലും നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പൊ പലപ്പോഴും പല ട്രെയിനേഴ്സും ഈ സെഗ്മെന്റിലുള്ള എക്സ്പേർട്സുകളൊക്കെ പറയാറുള്ളത്, ഒരു ഡോക്ടർ ആവണമെങ്കിൽ മിനിമം 5 വർഷം പഠിക്കണം, 5 വർഷം മുതൽ 9 വർഷം വരെ പഠിക്കണം. ഒരു അഡ്വക്കേറ്റ് ആവണമെങ്കിലും അത്രയും വർഷം പഠിക്കണം. ഇതേപോലെ ഒരു എഞ്ചിനീയർ ആവണമെങ്കിലും അത്രയും വർഷം പഠിക്കണം. 5-6 വർഷം പഠിച്ചാലേ നമ്മൾ പ്രോപ്പറായിട്ട് ഒരു നല്ല എഞ്ചിനീയർ ആവാൻ പറ്റുള്ളൂ. എന്നാൽ പലപ്പോഴും പല ബിസിനസ്സുകാരും പ്രോപ്പറായിട്ട് ഒരു 6 മാസം പോലും ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാതെ, അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് പോലും പ്രോപ്പറായിട്ട് ബിസിനസ്സിനെ കുറിച്ച് പഠിക്കാതെയാണ് പലരും ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ, അക്കൗണ്ട്സ് ടാക്സ് റിലേറ്റഡ് അല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ പഠിക്കണം. ഒരു ബിസിനസ്സിൽ പ്രോപ്പർ സിസ്റ്റം വേണം, സ്റ്റാഫിന്റെ സെഗ്മെന്റിൽ പ്രോപ്പർ സിസ്റ്റം വേണം, അക്കൗണ്ട്സ് ആൻഡ് ടാക്സേഷൻ മേഖലയിൽ സിസ്റ്റം വേണം, മാർക്കറ്റിംഗിൽ സിസ്റ്റം വേണം. എല്ലാ പാർട്ടിലും, ഈവൻ നമ്മൾ പ്രോഡക്റ്റിന്റെ പ്രൈസിംഗിൽ വരെ സിസ്റ്റമാറ്റിക് രീതിയിൽ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ ബിസിനസ്സിനെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ ഹൈലി കോമ്പറ്റീഷൻ ഉള്ള ഒരു വേൾഡിൽ നമുക്ക് ബിസിനസ്സിനെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ.
സോ എല്ലാ ബിസിനസ്സുകാരും തങ്ങളുടെ ബിസിനസ്സിലെ ഫൈനാൻസ് സെഗ്മെന്റില്, തങ്ങളുടെ ബിസിനസ്സിലെ സാമ്പത്തിക മേഖലയിൽ കൃത്യമായ ഒരു പ്ലാനും ഒരു ബജറ്റും പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമേ ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്നുള്ളതാണ് ഞാൻ പൊതുവെ എല്ലാ ബിസിനസ്സുകാരോടും പറയാറുള്ളത്. അതിനൊക്കെ ധാരാളം ടൂൾസുകൾ ഓൾറെഡി അവൈലബിൾ ആണ്. ഈ സെഗ്മെന്റിൽ ഇപ്പോ നമുക്ക് ഒരു നല്ലൊരു ബിസിനസ്സുകാരനാവണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സെഗ്മെന്റുകളിലൊക്കെ ഒരു നല്ല കൺസൾട്ടന്റിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ട്രെയിനറുടെ അടുത്തുനിന്നോ പോയിട്ട് ഇഫക്റ്റീവായ ഒരു ട്രെയിനിങ് എടുത്ത് ഒരു സിസ്റ്റം ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സെഗ്മെന്റിൽ നല്ലൊരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യാനും തങ്ങളുടെ ബിസിനസ്സിലെ കോസ്റ്റിനെയും എക്സ്പെൻസിനെയും ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുവാനും ഇൻകം നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യുവാനും ഒരു ഫൈനാൻഷ്യൽ അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുവാനും. പല ബിസിനസ്സുകാരും എവിടെയാണ് ബ്ലോക്കായി പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പെൻസ് ഹെവി ആവും, അവർക്ക് പ്രതീക്ഷ റവന്യൂ ജനറേറ്റ് ആവില്ല, അപ്പൊ മൈൻഡ് അവിടെ ബ്ലോക്കായി. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 4 മാസമെങ്കിലും മിനിമം ആ ബിസിനസ് റൺ ചെയ്യാനുള്ള ഫണ്ട് മാറ്റി വെച്ചതിന് ശേഷമായിരിക്കണം അയാൾ ബിസിനസ് റൺ ചെയ്യേണ്ടത്. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ മാറ്റിവെക്കൽ സിസ്റ്റത്തിൽ മാത്രമല്ല പല സെഗ്മെന്റുകളിലും പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങും ബജറ്റും ഒക്കെ ഇട്ടുകൊണ്ട് ബിസിനസ് പോയാൽ ആ ബിസിനസ്സിനെ സക്സസ്ഫുൾ ആയ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞു ഇൻസ്പിറേഷൻ. പിന്നെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അറിയുന്നവർക്കാണ് കൂടുതൽ സമ്പത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എത്രത്തോളം കറക്റ്റ് ആണ്? അങ്ങനെ ഒരു കാര്യമുണ്ടോ? എന്താണ്? തീർച്ചയായിട്ടും സമ്പത്തിനെ പ്രോപ്പറായിട്ടും സമ്പത്ത് ജനറേറ്റ് ചെയ്ത് പണം ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ശരിക്കും പഠിക്കണം. മണി എങ്ങനെ ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പഠനമാണ്. ശരിക്കും ബിസിനസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഗെയിമാണ്. ആ ഗെയിം കളിക്കാൻ അറിയുന്നവർ സക്സസ് ആവുന്നു, ആ ഗെയിം കളിക്കാൻ പറ്റാത്തവർ ഫെയിൽ ആവുന്നു. അപ്പൊ ഗെയിം കളിക്കാൻ പ്രോപ്പറായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ, ബിസിനസ് എന്ന ആക്ച്വലി ഒരു ഗെയിമാണ്, ഗെയിം പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ ബിസിനസ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇപ്പൊ സ്കൂളിംഗ് ഒക്കെ കഴിയുമ്പോഴോ അല്ലെങ്കിൽ കോളേജ് കഴിയുമ്പോഴോ ശരിക്കും ഫിനാൻഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഫിനാൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. കാര്യം നമ്മളുടെ സിസ്റ്റം പഠിപ്പിക്കുന്ന ആ ഒരു രീതിയിലല്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുവരേണ്ട കാര്യം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിപ്പിക്കേണ്ട കോളേജിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരേണ്ട ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? ഇപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയാം, നമ്മൾ ഈ പണം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പിന്നാലെ അല്ലെങ്കിൽ ഫൈനാൻസിന്റെ പിന്നാലെ നമ്മൾ കൂടുതൽ പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ഒരിക്കലും പണം നമ്മുടെ അടുത്ത് വരില്ല. ആക്ച്വലി ഞാൻ പൊതുവെ എൻ്റെ പാർട്ടിസിപ്പൻസിനോട്, അതൊരു പക്ഷേ ബിസിനസ്സുകാരായിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷണൽസ് ആയിരിക്കാം, അവരോടൊക്കെ ഞാൻ പൊതുവെ പറയാറുള്ളത്, ഈ പണം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ സ്കില്ലിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്കില്ലിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് സ്കില്ല് കിട്ടുക എന്നുള്ളത് പഠിക്കണം. നമുക്കൊരു സെഗ്മെന്റിൽ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പണം വരുള്ളൂ. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്തോരം മ്യൂസിഷ്യന്മാർ നമ്മുടെ മാർക്കറ്റിലുണ്ട് അല്ലേ? ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നേടിയ മ്യൂസിഷ്യനിൽ ഒരു മ്യൂസിഷ്യനാണ് എ ആർ റഹ്മാൻ. എ ആർ റഹ്മാൻ എന്തുകൊണ്ടാണ് എ ആർ റഹ്മാന്റെ ഒരു ഷോ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ പോലും എത്രമാത്രം ഫണ്ട് അങ്ങേർക്ക് കൊടുക്കണം? ക്രോർസ് ആൻഡ് ക്രോർസ് കൊടുത്താലായിരിക്കും അങ്ങേരുടെ ഒരു അങ്ങേരുടെ ഒരു പ്രോഗ്രാം ശരിക്കും അവിടെ കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേ സമയത്ത് ചില മ്യൂസീഷ്യന്മാർ ചെറിയ കോസ്റ്റിൽ കിട്ടും. അപ്പോ നമ്മൾ സാധാരണ ഇതിൽ മനസ്സിലാക്കുക, ഒരാൾക്ക് ഭാഗ്യമുണ്ട് മറ്റേ ആൾക്ക് ഭാഗ്യമില്ല. അത് ശരിക്കും ഒരു തെറ്റായ ധാരണയാണ്. ഞാൻ ആ ഒരു കോൺസെപ്റ്റിനോട് തീരെ യോജിക്കാത്ത ആളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ എ ആർ റഹ്മാൻ എന്തുകൊണ്ട് ഒരു ഷോക്ക് ഇത്രയും ഫണ്ട് കിട്ടുന്നു, ക്രോർസ് ആൻഡ് ക്രോർസ് ഫണ്ട് അങ്ങേര് നേടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരുടെ സ്കില്ലിന്റെ ബൈ പ്രോഡക്റ്റ് ആയി കിട്ടുന്നതാണ് അങ്ങേർക്ക് ഫണ്ട്. അപ്പൊ ഏതൊരു സെഗ്മെന്റിലും പൊതുവെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് ഒരാൾക്ക് 10,000 രൂപ സാലറി കിട്ടുന്നു, എന്തുകൊണ്ട് ഒരാൾക്ക് 1,00,000 രൂപ സാലറി കിട്ടുന്നു വെച്ചാൽ അതിന് ആൻസർ ഒന്നേ ഉള്ളൂ. 10,000 രൂപ സാധാരണ ചില മലയാളികൾ അല്ലെങ്കിൽ ചില ആൾക്കാർ പറയാറുണ്ട്, 1,00,000 രൂപ സാലറി കിട്ടുന്ന ആൾക്ക് 1,00,000 രൂപ സാലറി കിട്ടുന്നത് അയാൾക്ക് 1,00,000 രൂപ സാലറി കിട്ടാനുള്ള യോഗവും ഭാഗ്യവും ഉണ്ട്. 10,000 രൂപ സാലറി കിട്ടുന്ന ആൾക്ക് അത് കിട്ടാനുള്ള യോഗവും ഭാഗ്യമുള്ളൂ. ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കാത്ത ആളാണ്. കാരണം 10,000 രൂപ സാലറി കിട്ടുന്ന ഒരാൾക്ക് 10,000 രൂപ സാലറി വാങ്ങാനുള്ള സ്കില്ലേ ഉള്ളൂ. 1,00,000 രൂപ സാലറി വാങ്ങുന്ന ആൾക്ക് 1,00,000 രൂപ സാലറി വാങ്ങാനുള്ള സ്കില്ലുണ്ട്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കിൽ എങ്ങനെ കിട്ടും എന്നുള്ളതാണ്. നമുക്കൊരു സെഗ്മെന്റിൽ സ്കില്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെഗ്മെന്റിൽ കയറി ആദ്യം നമ്മൾ ആ സെഗ്മെന്റിന്
ആവശ്യമായ നോളജ് നേടിയെടുക്കണം, അഥവാ അറിവ് സമ്പാദിക്കണം എന്നുള്ളതാണ്. അറിവ് സമ്പാദിച്ചാൽ മാത്രം പോരാ, നമ്മൾ ആ ഒരു അറിവിൽ കയറി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരു അറിവ് നമ്മൾ നേടി, ഇപ്പൊ പൊതുവെ ഞാനൊക്കെ എന്റെ ട്രെയിനിങ് സെഗ്മെന്റിൽ വരുന്ന ആൾക്കാരോട് പറയാറുള്ളത്, ഡെയിലി നമ്മളൊരു 1 to 2 hour അല്ലെങ്കിൽ 1 to 3 hour പ്രാക്ടീസ് ചെയ്യണം. ഈ 1 to 3 hour നമ്മൾ പഠിക്കുന്ന പ്രാക്ടിക്കൽ സെഗ്മെന്റിലുള്ള കാര്യങ്ങളിൽ നമ്മൾ അറിവ് നേടി പ്രാക്ടീസ് ചെയ്താൽ, നമ്മൾ ഏകദേശം ഒരു 2 മാസമോ 3 മാസമോ 5 മാസം 6 മാസം സെഗ്മെന്റിൽ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ അത് നമ്മളൊരു ഹാബിറ്റ് ആയിട്ട് മാറും. ആ സെഗ്മെന്റിൽ നമുക്ക് എന്ത് കിട്ടുകയും ചെയ്യും, സ്കില്ല് കിട്ടുകയും ചെയ്യും. അപ്പോ ശരിക്കും പണം എന്ന് പറയാം, അല്ലെങ്കിൽ പണം നമ്മളിലേക്ക് വരിക, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ പണം കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു സെഗ്മെന്റിനെ ഞാനൊരു പ്രാക്ടിക്കൽ സെഗ്മെന്റിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ മീനിങ് കൊടുത്തുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മളിലേക്ക് കൂടുതൽ പണം വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണം വരാനുള്ള, പണം കിട്ടാനുള്ള നല്ല സ്കില്ല് നമ്മൾ നേടണം. സ്കില്ല് നേടണമെന്നുണ്ടെങ്കിൽ ആ സെഗ്മെന്റിൽ നമ്മൾ അറിവ് നേടണം. അറിവ് നേടിയാൽ മാത്രം പോരാ, ആ അറിവ് നേടിയിട്ട് നമ്മൾ ആ സെഗ്മെന്റിൽ കയറിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കൊരു ഡോക്ടർ ഒരു മെഡിസിൻ എഴുതി തന്നു, ഒരു ദിവസം 2 നേരം കുടിക്കാനാണ്. ഈ പേഷ്യന്റ് ഈ മരുന്ന് 10 ദിവസം കുടിക്കാൻ മറന്നുപോയി. പകരം 10ാമത്തെ ദിവസം 10 ദിവസം മരുന്ന് ഒന്നിച്ച് കഴിച്ചാൽ മതിയോ? പോരാ. അപ്പൊ ചിലപ്പോൾ അയാൾക്ക് ഗുണത്തേക്കേറെ ദോഷമായിരിക്കും അതുകൊണ്ട് സംഭവിക്കുക. ഇതുപോലെയാണ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ. നമ്മള് എപ്പോഴെങ്കിലും കയറി കുറെ സമയം പ്രാക്ടീസ് ചെയ്താൽ പോരാ, ഡെയിലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊക്കെ കൊടുക്കുന്ന കോഴ്സില് ഒരു കമ്പനിയിൽ അക്കൗണ്ട്സ് മാനേജർ ആകുന്ന തരത്തിലുള്ള കോഴ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ, ഒരു കമ്പനിയിൽ അക്കൗണ്ട്സ് മാനേജർ ആവണം എന്നുണ്ടെങ്കിൽ നല്ല സാലറി നേടി ഒരു വലിയ കമ്പനിയിൽ കയറിയിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ജോലി ചെയ്യാനുള്ള സ്കില്ല് നേടണം. സ്കില്ല് നേടണമെന്നുണ്ടെങ്കിൽ ഈ സെഗ്മെന്റിൽ അറിവ് നേടണം. അറിവ് നേടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ അറിവിൽ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങും ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ നമ്മളുടെ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് തന്നെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല സമ്പത്ത് നേടുന്ന, ധർമ്മത്തിൽ അധിഷ്ഠിതമായ സമ്പത്ത് നേടുന്ന ഒരുപാട് നല്ല പ്രൊഫഷണൽസിനെയും നല്ല നല്ല ആൾക്കാരെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്.